കല്യാണം കഴിഞ്ഞ് നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെ താഴെ വരുന്ന ഒരു മെയിൻ കമന്റ് ആണ് ചട്ടം പീസിന്റെ വീട്ടിൽ പോകുന്നില്ലേ എന്ന്. സോ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ചട്ടം പീസിന്റെ കൂടെയാണ്. ഇപ്പോഴാണ് വിളിച്ചത് ഗൈസ്. അപ്പൊ നമ്മളെപ്പോഴും പോകുന്ന പോലെ അല്ലല്ലോ കല്യാണമൊക്കെ, മറ്റേത് എപ്പോഴും ഓടി കയറി പോവുകയല്ലോ ചെയ്തോണ്ടിരുന്നത്. ഒഫീഷ്യലി പോകുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മേടിച്ചോണ്ട് പോകണം. അതെ അതെ. അപ്പൊ നമ്മള് പെട്ടെന്ന് പ്ലാൻ ചെയ്തതല്ലേ, നമ്മൾ പ്രീ പ്ലാൻഡ് ഒന്നുമല്ല. അപ്പൊ നമ്മള് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കാൻ വിചാരിച്ചു, നമ്മുടെ അമ്മമാർക്കും അവിടെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ. അപ്പൊ ഫ്രൂട്ട്സ് കട കണ്ടു, നമുക്ക് ഇനി ഫ്രൂട്ട്സ് കടയിലേക്ക് പോകും. ബട്ടർ വല്ലതും മേടിക്കണം എന്തിനാ? വെറൈറ്റിക്ക്. നിനക്കറിയോ തന്നെ മൊത്തം തട്ടി നോക്കി എടുക്കാൻ ഉറപ്പാണോ? അല്ല ചുമ്മാ തട്ടി കാണിച്ചാണ് അല്ലെ അയാളടുത്ത് പറയാന്. അതാണ് പൂവാർ ശ്യാമ സുന്ദര ചട്ടം വീസിന്റെ പൂവാ. ഒരു ഇഡലി മാവ് കൊണ്ട് മേടിച്ചു കൊടുത്താലോ? അതെ, കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാം. ഏത് ഇവിടെ മഞ്ഞ കളറല്ലേ? നിനക്ക് ഈ ബസ് സ്റ്റാൻഡ് ഓർമ്മയുണ്ടോ? ഞാൻ കണ്ടപ്പോ ഓർത്ത് ഇത് തന്നെയാണോ ആ ബസ് സ്റ്റാൻഡ്? നമ്മളിവിടെ വന്ന് ചോദിച്ച്, എന്നിട്ട് നമ്മൾ ഇവിടെ അല്ലല്ല നമ്മൾ ഇവിടെ നിന്നല്ലേ ബസ് കയറി പോയത്. അപ്പൊ നമുക്ക് ചട്ടം പീസ് കൊടുക്കാനുള്ള ഫ്രൂട്ട്സ് നമ്മൾ 2 കടയത്തായിട്ട് ശേഖരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാൻ. സമയം ഇപ്പൊ 9 മണിയായി. അടക്കം കിടന്ന് ഉറങ്ങുമ്പോ ഇപ്പോഴാണ് വിളിച്ചത്. കടലിൽ മീനില്ലാത്തന്നെ ഞാൻ എന്താണോ? മീനുണ്ടായില്ലേ? നീ വരേണ്ടതല്ലേ? അല്ല, ഞാൻ ജോഷു പറഞ്ഞു മീനൊന്നും ഇല്ല, നീ പിന്നെ വന്നാ മതി. അല്ല, ഞാൻ പിന്നെ ഇവിടെ വന്നില്ല, നിങ്ങൾ വിളിക്കാതെ വന്ന് ഞാൻ, അതാണ് സ്നേഹം. ഹായ് അഷിമോനെ, നമുക്ക് ബസ്സിനെ ഒറ്റയ്ക്കാക്കി നമുക്ക് ട്രിപ്പ് പോയാലോ? പഴയ ബാച്ചിലർ ടൈമിൽ ഇറങ്ങുമല്ലേ? അനീഷിനുണ്ട് ടെസ്റ്റ് ഡ്രൈവ് തരുമോ? ഇതാണ് ഗൈസ് ഞങ്ങളുടെ തട്ടം പീസിന് മുടിയെല്ലാം വെട്ടുന്ന ബൈ പേഴ്സണൽ ബാർബർ. സോറി ഹെയർ സ്റ്റൈലിസ്റ്റ് സ്റ്റാൻഡേർഡ് പറയും. ഞാൻ മുടി വെട്ടണമെങ്കിലും ഡിജ മുടി വെട്ടണമെങ്കിലും അഭിന് മുടി വെട്ടിനാലും ലക്കി വരണം. ഒരു മാസം, അതായത് വീട്ടിൽ വരും. മച്ചു ഞാൻ ഉത്തരേന്ത്യ പോയ സമയത്ത് 1 വർഷം മൊത്തം മുടി വെട്ടിയില്ല. തിരിച്ചു വന്നിട്ട് ലക്കിയാണ് മുടി വെട്ടി അറിയാമോ? ലക്കി നമ്മൾ കൊല്ലത്തോട്ട് വിളിക്കാൻ പറ്റുമോ? നമ്മൾ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അനീഷുമായിട്ട് ഇറങ്ങിയതാണ്. അനീഷിന്റെ കൂടെ ഒപ്പം ചേരുന്നു അശ്വിൻ ബെർണാഡ്. നമ്മൾ നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ ഇറങ്ങിയതാണ്. ഇത് വ്ളോഗിൽ വരൂ. അനീഷ് ഇവിടെ ചത്തുറങ്ങിയിരിക്കുന്നു, പക്ഷെ ആക്റ്റീവായിട്ട് നമ്മുടെ അശ്വിൻ ഫ്രം ജോർജിയ. ഉറങ്ങാം. കരുത്ത ശക്തനല്ല, ശക്തനല്ല, സങ്കടം എനിക്കില്ല. ഞാൻ ഉറങ്ങി. അങ്ങനെ ഇവിടത്തെ വിരുന്നൊക്കെ ആയിട്ട് ഞങ്ങൾ വിരുന്ന് തീരാറായി ഏകദേശം. അമ്മമാര് പറഞ്ഞു വിരുന്നല്ല ഇത്, നിങ്ങൾ ചുമ്മാ വിസിറ്റ് ചെയ്ത വിരുന്ന് നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ, പിന്നെ ജോഷുവയുടെ ടീഷർട്ടും ആനിയുടെ പലാസോട്ടാ കിടന്ന് ഉറങ്ങിയത്. ആ നേരത്തെ ഉറങ്ങി. നിങ്ങൾക്ക് നീ എപ്പോഴും ഉറങ്ങിയത്? നിങ്ങള് 3:30. അശ്വിനൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഞങ്ങളെല്ലാരും പൊഴിയൂരൊക്കെ പോയി അടിച്ചു പൊളിച്ച് ഇതാണ്ട് പിന്നെ തിരിച്ചു വന്ന് കിടന്നപ്പോ 3:30. കാരണം നമ്മൾ രാവിലെ തന്നെ പോകുന്നത് നമുക്കറിയായിരുന്നു, അതുകൊണ്ട് രാത്രി ഒന്ന് ചില്ല് ചെയ്തു. രാവിലെ ജോഷി ഒരു ടാസ്ക് തന്നു, ആനിയെ കോളേജിൽ കൊണ്ടാക്കണം. ആനീനെ കൊണ്ടാക്കണം. അപ്പൊ ഇവിടുന്ന് ഏകദേശം 1 hour ഉണ്ട്. ആനിക്ക് 7:30 ആവുമ്പോ ഇറങ്ങണം എന്നാ പറഞ്ഞത്. അപ്പൊ സമയം ഏകദേശം 7 മണിയായി. നമുക്കിനി താഴേക്ക് പോവാം. ആനി റെഡി ആയോന്ന് നോക്കാം. എന്നിട്ട് ഞാൻ മേടിച്ചിട്ട് നമുക്ക് ആനിയെ കൊണ്ടുപോകാം. ആനിയുടെ റൂമിലാണ് ഗൈസ് ഇന്നലെ ഫസ്റ്റ് കിടന്നത്. എല്ലാരും നല്ല ഉറക്കാണ്. ജോഷൊക്കെ നല്ല ചത്തു കുത്തി കിടന്ന് ഉറങ്ങും. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഫ്രം ഇതെന്താ? ഞാൻ ആദ്യമായിട്ടാണ്. എന്താ പേപ്പറാ? അപ്പാണ്. ഇത് നിന്റെ ഉമ്മി പറയാൻ കേട്ടോ. ഞങ്ങള് പാലട മറ്റേ മൈദ വെച്ചാ ഉണ്ടാക്കുന്ന. ഇതെന്താ? എന്തായാലും വെരി നൈസ് പേപ്പർ തിക്നെസ്. നമ്മുടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സാമ്പാറാന്ന് തോന്നുന്നു. പൊട്ടാറ്റോ കറി. സാമ്പാറല്ല, ഓ ചിക്കൻ കറി. ഫസ്റ്റ് ടൈം വന്നിട്ടാണ് ഈ ഒരു ഡിഷ് കഴിക്കുന്നത്. ഈ ഡിഷ് കറി കഴിക്കും മോളെ.
അങ്ങോട്ട് കോരി ഒഴി. എല്ലാരും ഉറങ്ങുന്നേ ഉള്ളൂ. നമ്മളുള്ള ചിക്കനൊക്കെ എടുത്ത് അവര് എണീറ്റ് വരുമ്പോ പട്ടിണിയാവും. ഓ അത് ശരിയാ. ഇവിടെ എന്ന് വന്നാലും ഞാനും ഈ ആന്റിമാരും തമ്മിൽ അടിയാണ്. എണ്ണം എടുത്ത് കഴിച്ച് വയറ് നിറയുമ്പോഴത്തേക്ക് 10 തൊട്ടുണ്ട് വരും. സ്നേഹം കൊണ്ടായിരിക്കും പാവം. ഇത് ഡള്ളായിരിക്കും എന്ന് വെച്ചാൽ ബാഗ് ഏതാണ്ട് കണ്ടുപിടിക്കണ്ടേ. ഞാൻ പിന്നെ ലാസ്റ്റ് കീപ് ചെയ്യുന്നിട്ട്, അല്ലെങ്കിൽ ബാഗ് മാറിപ്പോ. ശരിക്കും ബാഗ് മാറിപ്പോ. ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബാഗ് തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഒരു ക്ലാസ് തന്നെ ഒരുപാട് ലാപ്ടോപ്പ് ഈ ബാഗുകളാണ് അല്ലേ? ഈ ബ്രാൻഡുള്ള ലാപ്ടോപ്പ് ഇപ്പൊ ആസ്യൂസ് ടഫ് ആണെങ്കിൽ എല്ലാ ടഫ് വർക്ക് സെയിം ബാഗ് ആയിരിക്കും. പെട്ടെന്ന് തീരുമാനിച്ച് നമ്മളിവിടെ എത്തിയത് കൊണ്ട് ബസാൽ ബെൻസിന്റെ വീട്ടിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വിഷമത്തോടാണ് നമ്മുടെ രാവിലെ വെളുപ്പിന് ആനിയുമായി പോകുന്നത്. വളരെയധികം വിഷമങ്ങളുണ്ട്. ജിത്തുവിന്റെ വീട്ടില്. പക്ഷെ ജിത്തുവിന്റെ വീട്ടിൽ ഇന്നലെ പോയി ആന്റിയെ കണ്ടു. അശ്നയെ കാണാൻ പറ്റിയില്ല. അയ്യോ അശ്നയെ ഞാനും കണ്ടില്ല. രാത്രി ആയപ്പോഴേ കിടന്ന് ഉറങ്ങി. ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത് ആരുടെ സംസാരിച്ചോണ്ടിരുന്നെങ്കിലും സംസാരിച്ചോണ്ടേ. നല്ല ക്യാരക്ടറാ. അതെ അനീസിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അശ്വിൻ അയ്യോ അനീസിനെ കിട്ടിയ. അങ്ങനെ ജോഷോ ഞങ്ങളെ ഏൽപ്പിച്ച ടാസ്ക് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കി ഗൈസ്. ആനിയെ കോളേജിൽ കൊണ്ടാക്കി. കോളേജ് എത്തി ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാറ്റിൽ വരുന്നത്. ആനി വിട പറയാൻ പോകുന്നു. ബൈ ബൈ. ലോങ് ട്രിപ്പ്. അങ്ങനെ നമ്മൾ വിട പറയാണ്. പഠിച്ച് നന്നായി വരൂ. അപ്പൊ ഇതാണ് എന്റെ കോളേജ്. നീ പോയിട്ടോ, താമസിക്കണ്ട. ശരി. അങ്ങനെ ചട്ടമ്പീസിന്റെ വീട്ടിലെ താമസവും വിഭവ സമൃദ്ധമായ രാവിലത്തെ ഫുഡും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രതീക്ഷിക്കാത്ത ഒരു നൈറ്റ് വിത്ത് ചട്ടമ്പീസ് ആൻഡ് ഡേ വിത്ത് ആനി. അപ്പൊ എല്ലാരും ചോദിച്ചില്ലായിരുന്നു ചട്ടമ്പീസിന്റെ വീട്ടിൽ പോകുന്നില്ലേന്ന്. അപ്പൊ നമ്മൾ പോയിട്ടുണ്ട് ഗൈസ്. അവിടെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്തു. അപ്പൊ ഇനി നമ്മൾ എന്തെങ്കിലും ഒന്നുകൂടി പോവായിരിക്കും. ബിക്കോസ് ഞാൻ അശ്നേനെ മീറ്റ് ചെയ്തില്ല. അശ്ന ഇന്നലെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഉറങ്ങി. അപ്പൊ അശ്വനെ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട്. വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോ അശ്വന എന്തായാലും 2 മാസം ഇവിടെ വെക്കേഷൻ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇനി എന്തായാലും ഒരു തവണയും കൂടി ഇനി ട്രിവാൻഡ്രത്ത് എപ്പോഴെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും കൂടി പോകുന്നതായിരിക്കും. ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ.